Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന്, ഒരു കേക്കിനെ ഒരു മാർബിൾ ഫോണ്ടന്റ് കേക്ക് എങ്ങനെ ആക്കിയെടുക്കാം എന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു റെക്റ്റാങ്കുലർ കേക്കിനെ എങ്ങനെ ഫോണ്ടന്റ് വെച്ച് കവർ ചെയ്യാം എന്നുള്ളതുമാണ്. അതിനായിട്ട് ആദ്യം ഒരു റെക്റ്റാങ്കുലർ ഷേപ്ഡ് കേക്കിനെ നമുക്ക് ഐസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം ഞാനിവിടെ വെള്ള ഫോണ്ടൻ്റാണ് ആദ്യം എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കുക. അതോടൊപ്പം ഒരു കുഞ്ഞ് പീസ് ബ്ലാക്ക് ഫോണ്ടൻറ്റും എടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറ്റ് ഫോണ്ടൻറ്റിനെ രണ്ട് ഈക്വൽ പീസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കൈകൊണ്ട് ഇതുപോലെ റോൾ ചെയ്ത് ഒരു നീളൻ പീസാക്കി വെക്കുക. രണ്ട് പീസും ഇതുപോലെ നീളത്തിലുള്ള പീസാക്കി എടുക്കുക. അടുത്തതായിട്ട് കറുപ്പ് ഫോണ്ടൻറ്റും ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു കണക്കിലുള്ള വലുപ്പം ഉണ്ടായാൽ മതി. അതിനുശേഷം നമുക്ക് ഈ വെള്ളയിലേക്ക് ഇതിനെ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. ഈ കറുപ്പിനെ ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് മറ്റേ വെള്ളയും അതിൽ ചുറ്റിക്കുക. അതിനുശേഷം ഇതുപോലെ ഉരുട്ടി ഒരു ഉണ്ട പോലെ ആക്കുക. വല്ലാതെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഫുള്ളായിട്ട് മിക്സായി പോവും. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കുഴയ്ക്കേണ്ട. ഒരു ഏകദേശം ഒരു കണക്കിൽ ഒരു 5-6 പ്രാവശ്യം അങ്ങോട്ടൊക്കെ വലിച്ച് ഒന്ന് ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്കിത് പരത്തി തുടങ്ങാം. വലിയ ഒരു റോളിംഗ് പിൻ എടുത്തിട്ട് വേണം നമ്മളിത് പരത്താനായിട്ട്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോണ്ടൻറ്റിൻ്റെ ആ ഒരു വലിയ സൈസിനേക്കാളും വലുപ്പത്തിലുള്ള റോളിംഗ് പിന്നായിരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ എഡ്ജസ് ഇതിൽ തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വേറെ തന്നെ ഒരു കല വരും. ഇനി നമ്മൾ നോക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇത് പരത്തിയിട്ട് എപ്പോഴും ഈ മാർബിൾ ഫോണ്ടൻറ്റിനെ നമ്മൾ തിരിച്ചിടണം. അപ്പോഴാണ് അതിൻ്റെ ശരിയായ ഒരു ഭംഗി കാണുക. അതൊരു മിഡ്വേയിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ പകുതി പരത്തി എന്നുള്ള കണ്ടു കഴിയുമ്പോൾ ഇപ്പോൾ ഇതിൽ മറ്റേ സൈഡിനേക്കാളും ഭംഗിയിൽ ആ ഒരു ആ കളേഴ്സൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പം അത് തിരിച്ചിട്ടതിന് ശേഷം ഒറ്റൊരു ഡയറക്ഷനിലേക്ക് ആക്കിയിട്ട് പരത്തി നമ്മുടെ കേക്കിൻ്റെ വലിപ്പത്തിന് കണക്കാക്കിയിട്ട് എടുക്കുക. അതൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അതിൻ്റെ വീതിയും നീളവും കേക്കിന് പാകമാണോ എന്ന് ചെക്ക് ചെയ്യുക. കേക്ക് മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക അതിൻ്റെ മുകൾ ഭാഗം മാത്രമല്ല സൈഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ മെഷർ ചെയ്യാൻ. അപ്പം അതിനേക്കാളും ഒരു 2-3 ഇഞ്ച് കൂടുതലുണ്ടായിരിക്കണം. ഇനി നമുക്ക് ആ റോളിംഗ് പിന്നിൽ ഫോണ്ടൻറ്റിനെ ഇതുപോലെ എടുത്തിട്ട് കേക്കിന് മുകളിലാക്കി ഇടുക. എല്ലാ സൈഡിലും ആവശ്യത്തിന് വഴിഞ്ഞ് നിൽക്കുന്ന വിധത്തിൽ വേണം ഇടാനായിട്ട്. അതിന് മുകളിൽ വെച്ചതിന് ശേഷം നമ്മുടെ റോളിംഗ് പിന്ന് വെച്ച് വളരെ ജെൻറ്റിലായിട്ട് അതൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അതിൽ വല്ല എയർ ബബിൾസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ സമയത്ത് പൊക്കോളും. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് സ്മൂതൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനിവിടെ എഡ്ജസ്സാണ്, അതിൻ്റെ ആ കോർണേഴ്സാണ് ആദ്യം ശരിയാക്കുന്നത്. നമ്മൾ കൈ തന്നെ വെച്ചിട്ട് ഇതുപോലെ കോർണേഴ്സിലേക്ക് ആ ഫോണ്ടൻറ്റിനെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. എല്ലാ കോർണേഴ്സും റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ഫോണ്ടൻറ്റ് സ്മൂത്തർ വെച്ചിട്ട് അമർത്തി കൊടുക്കുക. അതിൻ്റെ സൈഡിൽ ടോപ്പ് ടു ബോട്ടം വരെ എയർ ബബിൾസ് ഒന്നുമില്ലാതെ കേക്കിൽ അമർന്ന് നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മളത് ചെയ്യാൻ. എല്ലാ സൈഡും പെർഫെക്റ്റായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്കി പീസസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൗണ്ട് കേക്ക് ആകുമ്പോൾ നമ്മൾ ഒരൊറ്റ ഫ്ലോയിലാണ് ഈ ഫോണ്ടൻറ്റിൻ്റെ എഡ്ജസ് കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഇങ്ങനെ റെക്റ്റാങ്കുലറോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പോ ആകുമ്പം നമുക്ക് ഓരോരോ പീസായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാവുന്നതാണ്. മുറിച്ചു മാറ്റിയ ഫോണ്ടൻറ്റിൽ ബട്ടർക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം വെട്ടിക്കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഫോണ്ടൻറ്റ് എയർ ടൈറ്റായി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ എന്ത് ഡെക്കറേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഗോൾഡൻ പെയിൻറ്റോ പൂക്കളോ അല്ല എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. എല്ലാവർക്കും ഈ വ്യത്യസ്തമായ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.